നേഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സമരത്തിൻ്റെ രൂപമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേബർ ഓഫീസർ മുമ്പാകെ ഇവിടെ ഞങ്ങൾ സമരവുമായി വന്നിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ ഹോസ്പിറ്റലുകളിലും രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ചെയ്യുന്നത്. താൽക്കാലിക നഴ്സുമാരെയും കൃത്യമായ യോഗ്യതയില്ലാത്ത ആളുകളെയൊക്കെ നിയമിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കേവലം വാണിജ്യ താൽപ്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ധിക്കാരം, ഈ സമരം തീർക്കുന്നതിന് വേണ്ടി യാതൊരുവിധ മുൻകൈയും എടുക്കാതെ ഇതുപോലെ ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് നഴ്സുമാരെ ഇവർക്ക് പകരമായി അവിടെ നിയമിക്കുകയും അങ്ങനെ നിയമനം നടത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ റണ്ണിങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള അവരുടെ ധിക്കാരത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഈ ലേബർ കമ്മീഷന്റെ തീരുമാനം. ഇവിടെയുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലും ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കൊയിലി, അതുപോലെ തന്നെ ധനലക്ഷ്മി അടക്കമുള്ള ഹോസ്പിറ്റലുകളിൽ അടിയന്തരമായും പരിശോധന നടത്തി ഇതിന്റെ യഥാസ്ഥിതി ജനങ്ങളെ മുമ്പാകെ, കാരണം രോഗികൾ അവിടെ അവരുടെ ജീവൻ പന്താടിക്കൊണ്ടാണ് അവിടെ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു യോഗ്യതയുമില്ലാത്ത പല നഴ്സുമാരെയും അതുപോലെ തന്നെ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി, ഈ സമരത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയോഗിച്ചുകൊണ്ട് രോഗികൾ പരിചരിക്കുകയാണ്. സ്റ്റാഫിനെ അതുപോലെ തന്നെ പല മേഖലയിലുമുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ജീവൻ വെച്ച് പന്താടുന്നതിനെതിരെയുള്ള അതിശക്തമായ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമരം ഇവിടെ നടത്തിയത്. സമരത്തിന്റെ സഹായ സമിതി ചെയർമാൻ എന്ന നിലയിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനനായ ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ സമരവുമായി കഴിഞ്ഞ 40 ദിവസം സജീവമായി കണ്ണൂരിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനായ ശിഹാബ് ഇവിടെ വിവരിക്കുന്നതാണ്. കുറച്ച് മുന്നിലൊന്നും അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊഴിൽ മന്ത്രി വിളിച്ച ചർച്ചയിൽ കണ്ണൂരത്തെ ഒരു മാനേജ്മെന്റും വന്നില്ല. ആ വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണർ ഇവിടുന്ന് വന്ന ലേബർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കോഴിക്കോട് RGLC ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരം നടക്കുന്ന ആശുപത്രിയിൽ നടക്കുന്ന തൊഴിൽ നിയമ ലംഘനങ്ങൾ ഞങ്ങൾ പറഞ്ഞത് പ്രകാരമാണോ എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇനി ചർച്ച വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചർച്ച പിരിഞ്ഞത്. ആ ചർച്ചയിൽ നമ്മളെ കണ്ണൂരത്തെ MLA TO മോഹൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലേബർ കമ്മീഷണർ ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഉണ്ടായിരുന്നു, കോഴിക്കോട് RGLC ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ ശനിയാഴ്ച തന്നെ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പക്ഷേ ഞങ്ങൾ കണ്ണൂർ എത്തിയപ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തിയപ്പോൾ അന്നത്തെ ദിവസം ഒന്നും നടന്നിട്ടില്ല. തിങ്കളാഴ്ച, അതായത് ഇന്നലെ ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളടുത്ത് സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റേതായിട്ടുള്ള നോട്ടീസ് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല, നാളെ വരും എന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഞങ്ങളോട് പറഞ്ഞത് എന്താ, നാളെ വരാമെന്നുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഞങ്ങളടുത്തേക്ക് വരണ്ട, ഞങ്ങൾ സമരം ചെയ്യുന്ന നഴ്സുമാർ നിങ്ങളടുത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ അവസാനം നമ്മളോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതിന് ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ALMമാരെ വിളിച്ചു ചേർന്നൊരു സാവകാശം നമ്മളടുത്ത് ആവശ്യപ്പെട്ടു. 1:30 മണിയോടുകൂടി അവരിവിടെ വരികയും അതിനുശേഷം 2 മണിയോടുകൂടി ഈ 6 ആശുപത്രികളിൽ ഇൻസ്പെക്ഷൻ ആദ്യം ഒരു ആശുപത്രിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോന്നേക്കുന്നത്. ഇവിടെ ഈ സമരത്തിൽ ഇരിക്കുന്ന നഴ്സുമാർക്ക് 2018 മിനിമം വേജ് പോലും നിഷേധിക്കാതെയാണ് ഈ കൊയില് പോലുള്ള മാനേജ്മെന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ 13 ചർച്ചയിലും ഞങ്ങളിത് പറയുമ്പോഴും മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന രേഖകൾ കാണിച്ചിട്ട് പോലും ലേബർ ഡിപ്പാർട്ട്മെന്റ് അനങ്ങാപ്പാറനായി വരും. ഇന്നലെ ഈ സ്ക്വാഡിനെ കുറിച്ച് മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞു, നിങ്ങൾ ആരുടെ അടുത്ത് പോയാലും ഞങ്ങൾ അതൊക്കെ പണം കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്, നിങ്ങൾ ഈ സമരം ഇരിക്കലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ചെയ്യുന്ന നഴ്സുമാരെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമാണ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അവരെ സംബന്ധിച്ച്, മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവർക്ക് മുമ്പ് ഈ നഴ്സുമാരെ വെച്ച് കച്ചവടം ചെയ്ത ലാഭത്തിന്റെ ബാങ്ക് ബാലൻസ് അവരുണ്ട്. പക്ഷേ ഈ സമരം ചെയ്യുന്ന നഴ്സുമാരെ സംബന്ധിച്ച് 10-ാം തീയതി ശമ്പളത്തിന്റെ ബാങ്ക് ബാലൻസ് തീർന്ന് 0 അക്കൗണ്ടിൽ നിൽക്കുന്ന ജീവനക്കാരാണ് ഈ സമരത്തിലിരിക്കുന്ന ആളുകൾ. ഇപ്പോഴും അവർക്ക് 15,000 രൂപ ശമ്പളം കൊടുക്കുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ധാർഷ്ട്യ മനോഭാവത്തോടുകൂടി ചർച്ചകൾക്ക് പോലും പങ്കെടുക്കാത്ത മാനേജ്മെന്റിന് കൂട്ടു നിൽക്കുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റ് നടപടിക്കെതിരെയാണ് ഇന്ന് ഞങ്ങളിവിടെ സമരമായിട്ട് പോയത്. ഇന്ന് 2 മണിക്ക് അവർ സ്ക്വാഡായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ലേബർ ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയായിരിക്കണം, അതല്ലാതെ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ആയിരിക്കരുതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വാക്ക് നിർത്തുന്നത്.